Hi, good afternoon. Good afternoon. നമുക്ക് തുടങ്ങിയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, നമുക്ക് തുടങ്ങാം. ശരി, അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഒന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം, ഒരുപാട് സമയമൊന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഗിവ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഡ്യൂബിയസ്. ഡ്യൂബിയസ് എന്ന വേർഡിൻ്റെ സിനോണിം. ഗിവ് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് ഡ്യൂബിയസ്. DUBIOUS. സിനോണിം എന്ന് പറയുമ്പോൾ സെയിം മീനിങ് ആണ്. സർട്ടൻ ഉണ്ട്, ഷുവർ ഉണ്ട്, ഡെഫിനിറ്റ് ഉണ്ട്, ഡൗട്ട്ഫുൾ ഉണ്ട്. ഒരാൾ ഡി അടിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. അപ്പോൾ ഡ്യൂബിയസ് ആണ് ഡ്യൂബിയസ് എന്ന വേർഡിൻ്റെ സിനോണിം. വേറെ ആരെങ്കിലും? മുമ്പൊക്കെ ആൻസർ വരുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരൊക്കെ അങ്ങ് പതുങ്ങിയിരിക്കാൻ തോന്നുന്നു. ഉത്തരം അവരുണ്ടോയെന്ന് അറിയത്തില്ല, ഉത്തരമൊന്നും വരുന്നില്ല. ആദ്യമൊക്കെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാരെ പെട്ടെന്നൊക്കെ ചില ഉത്തരങ്ങളൊക്കെ തരുമായിരുന്നു. ശരി, ഡ്യൂബിയസ് എന്ന് വെച്ചാൽ വളരെ സംശയാത്മകമായ ഡൗട്ടുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഡ്യൂബിയസ്. അപ്പോൾ നമുക്ക് സിനോണിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പില്ലാത്തതല്ലേ, അപ്പോൾ സിനോണിം ഏതാണ്? ഡൗട്ട്ഫുൾ ആണ് കേട്ടോ. ഡ്യൂബിയസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ എന്നാണ്. നമുക്ക് സംശയമുള്ളതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഡ്യൂബിയസ്, ഡൗട്ട്ഫുൾ. ബാക്കി സർട്ടൈൻ, അതുപോലെ തന്നെ ഷുവർ, അതുപോലെ ഡെഫിനിറ്റ്, അത് മീനിങ് ആണ്. ഓപ്പോസിറ്റാണ്. ഡ്യൂബിയസിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റോണിയമാണ് സർട്ടൈൻ, ഉറപ്പുള്ളത്. ഷുവർ, ഡെഫിനിറ്റ്, അതൊക്കെ തീർച്ചയുള്ള ഉറപ്പുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എടുക്കാം. അപ്പോൾ ഡ്യൂബിയസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡൗട്ട്ഫുൾ ആണ് കേട്ടോ. ഡി ആണ് ആൻസർ കേട്ടോ, ഡൗട്ട്ഫുൾ. ശരി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് ഹിം ആൻഡ് ഐ ഗോ ടു മുംബൈ ടുഗദർ ഫോർ എ വീക്ക്, നോ എറർ. സെൻറ്റൻസ് കറക്ഷനായിട്ട് തന്നിരിക്കുന്ന. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ലെറ്റ് ഹിം ആൻഡ് ഐ. ഫസ്റ്റ് പാർട്ട് ലെറ്റ് ഹിം, സെക്കൻഡ് പാർട്ട് ആൻഡ് ഐ. ഗോ ടു മുംബൈ സി പാർട്ട്, ടുഗദർ ഫോർ എ വീക്ക് ഡി പാർട്ട്, നോ എറർ ഇ പാർട്ട്. ഇതിലെവിടെ വരാം? തെറ്റുണ്ടോ അതോ നോ എറർ ആണോ? ലെറ്റ് ഹിം ആൻഡ് ഐ ഗോ ടു മുംബൈ ടുഗദർ ഫോർ എ വീക്ക്. എനിവൺ? എവിടെയെങ്കിലും തെറ്റുണ്ടോ നോക്കണേ. ലെറ്റ് ഹിം ആൻഡ് ഐ ഗോ ടു മുംബൈ ടുഗദർ ഫോർ എ വീക്ക്. ഇല്ല, ആൻസർ ഇല്ലയോടെ? കിട്ടുന്നില്ലേ ആൻസർ? ശരി, നമുക്ക് നോക്കാം. ഇവിടെ ലെറ്റ് എന്ന് പറയുന്ന വേർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഏത് വേർബിലാണ്? ലെറ്റ് ഒരു വേർബാണ്. ലെറ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ലെറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റീവ് ഫോമാണ്. ലെറ്റിന് ശേഷം ഉപയോഗിക്കേണ്ട ഏത് ഫോമാണ്? ഒബ്ജക്റ്റീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ലെറ്റിന് ശേഷം ഇപ്പോൾ ആൻസർ വന്നല്ലേ? അമൃത കൊള്ളാമല്ലോ, ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് പിടികിട്ടിയല്ലേ? എടാ, ലെറ്റ് കഴിഞ്ഞിട്ട് വരേണ്ടത് ഒബ്ജക്റ്റീവ് ഫോമാണ്. ഏത് ഫോമാ? ഒബ്ജക്റ്റീവ് ഫോമ. അപ്പോൾ ഹീയുടെ ഒബ്ജക്റ്റീവ് ഫോമാണ് ഹിം. ഇനി ആൻഡ് കഴിഞ്ഞിട്ട് ഐ അല്ലേ തന്നിരിക്കുന്നത്? ഐ സബ്ജക്റ്റീവ് ഫോമാ. ഐ ഏത് ഫോമാ? സബ്ജക്റ്റീവ് ഫോമാ. അപ്പം ലെറ്റ് ഐ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഐയുടെ ഒബ്ജക്റ്റീവ് ഫോം വരണം ആരാ? മീ. അപ്പോൾ ബി പാർട്ടിലായിരുന്നു തെറ്റ്. ലെറ്റ് ഹിം ആൻഡ് മീ, അവിടെ ഐ അല്ല, ലെറ്റ് ഹിം ആൻഡ് മീ എന്നാണ് അവിടെ ഒബ്ജക്റ്റീവ് ഫോമാണ് വരേണ്ടത്. ഒബ്ജക്റ്റീവ് ഫോം ലെറ്റ് ഹിം ആൻഡ് മീ, ഐ അല്ല വരേണ്ടത്, മീ ആണ് കേട്ടോ. അതാണ് അവിടുത്തെ തെറ്റ്. ഓക്കെ, സംശയമില്ലല്ലോ? അപ്പം ലെറ്റിന് ശേഷം ഒബ്ജക്റ്റീവ് ഫോമാണ് വരേണ്ടത് കേട്ടോ. ലെറ്റിന് ശേഷം ഒബ്ജക്റ്റീവ് ഫോമാണ് വരേണ്ടത്. ശരി, അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. നമുക്ക് തന്നിരിക്കുന്ന വേർഡിൻ്റെ സിനോണിം അബാൻഡൻ എന്നാണ് വേർഡ്. അബാൻഡൻ എന്ന വേർഡിൻ്റെ സിനോണിം
കണ്ടിന്യൂഡ് ആണോ, അഡോപ്റ്റഡ് ആണോ, ഇനിഷ്യേറ്റഡ് ആണോ, ഡെസേർട്ടഡ് ആണോ? ഏതാണ് അബാൻഡൻ? അബാൻഡൻ എന്ന വേർഡിൻ്റെ സിനോണിം എഴുതാനാണ്. കണ്ടിന്യൂഡ് എന്നാണോ, അഡോപ്റ്റഡ് ആണോ, ഇനിഷ്യേറ്റഡ് ആണോ, ഡെസേർട്ടഡ് ആണോ? ഏതാണ് അബാൻഡൻ എന്നതിൻ്റെ സിനോണിം? അബാൻഡൻ, ABANDONED, അബാൻഡൻഡ്. തനി മലയാളത്തിൽ പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട. അബാൻഡൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട എന്നാണ്. അപ്പം അതിൻ്റെ സിനോണിം സെയിം മീനിങ്. പെട്ടെന്ന് വരട്ടെ ആൻസർ. അബാൻഡൻഡ്. ആർക്കും ഉത്തരവില്ലേടേ? ആൻസർ വന്നില്ല. ഞാൻ പറയാം. എടാ, കണ്ടിന്യൂഡ് എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യുന്നതാ അല്ലേ? തുടർന്നു കൊണ്ടിരിക്കുന്നതാണ് കണ്ടിന്യൂഡ്. ശരിയല്ലേ? കണ്ടിന്യൂഡ് എന്ന് വെച്ചാൽ തുടർന്നു കൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂഡ്. അഡോപ്റ്റഡ് എന്ന് വെച്ചാൽ അക്സെപ്റ്റഡ് എന്നാണ്. അക്സെപ്റ്റഡ്, സ്വീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ ചോസൻ, തിരഞ്ഞെടുക്കപ്പെട്ടത്. അക്സെപ്റ്റഡ് അല്ലെങ്കിൽ ചോസൻ, തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അഡോപ്റ്റഡ്. അഡോപ്റ്റഡ്, അക്സെപ്റ്റഡ് അല്ലെങ്കിൽ ചോസൻ, തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനിഷ്യേറ്റഡ് എന്ന് വെച്ചാൽ, ഇനിഷ്യൽ എന്ന് വെച്ചാൽ തുടക്കം എന്നാണ്. അപ്പം ഇനിഷ്യേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? തുടങ്ങി വെച്ചതാണ്. ഇനിഷ്യേറ്റഡ് അല്ലേ? ആരംഭിച്ചതാണ്, സ്റ്റാർട്ടഡ് ആണ്. സ്റ്റാർട്ടഡ് ആണ്, ആരംഭിച്ചതാണ്. ക്ലിയർ ആണോ? അപ്പം കണ്ടിന്യൂഡ് എന്ന് വെച്ചാൽ തുടങ്ങിയത്, തുടർന്നത്, കണ്ടിന്യൂ ചെയ്തത്. അഡോപ്റ്റഡ് എന്ന് വെച്ചാൽ അക്സെപ്റ്റഡ് ആൻഡ് ചൂസൺ, സ്വീകരിക്കപ്പെട്ടത്, തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനിഷ്യേറ്റഡ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്, തുടങ്ങി വെച്ചത്. അപ്പോൾ ഇതിനകത്ത് ഏതാണുള്ളത്? ഡെസേർട്ടഡ്. അതാണ് അബാൻഡൻ. ഡെസേർട്ടഡ്, ഉപേക്ഷിക്കപ്പെട്ടത്, ഉപേക്ഷിക്കപ്പെട്ടത്. അബാൻഡൻ, ഡെസേർട്ടഡ്, ഉപേക്ഷിക്കപ്പെട്ടത്. ഫോർസേക്ക്, ഉപേക്ഷിക്കപ്പെട്ടത്. ലീവ്, ഗിവ് അപ്പ്. അബാൻഡൻ നമുക്ക് എങ്ങനെ പറയാം? ഗിവ് അപ്പ്, ഗിവ് അപ്പ്, ഉപേക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അതാണ് അബാൻഡൻ. അപ്പോൾ ഡെസേർട്ടഡ് ആണ്. അബാൻഡൻ്റെ ആരാണ്? ഡെസേർട്ടഡ്. ഡെസേർട്ടഡ് ആണ് കേട്ടോ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. They all are there but she, so go and call her as soon as possible because she has to preside over the meeting. സെൻറ്റൻസ് ഇത്തിരി വലിപ്പമുണ്ട്. ഒന്നുകൂടെ വായിച്ചു നോക്കേ. They all are there but she, so go and call her as soon as possible because she has to preside over the meeting. No error. ഇതിലേത് ഭാഗത്തെങ്കിലും തെറ്റുണ്ടോ നോക്കേ. ഫസ്റ്റ് പാർട്ട് ദേ ഓൾ ആർ ദെയർ ബട്ട് ഷീ. സെക്കൻഡ് പാർട്ട് സോ ഗോ ആൻഡ് കോൾ ഹെർ ആസ് സൂൺ ആസ് പോസിബിൾ. തേർഡ് പാർട്ട് ബിക്കോസ് ഷീ ഹാസ് ടു പ്രിസൈഡ്. ഡി പാർട്ട് ഓവർ ദ മീറ്റിംഗ്. നോ എറർ. ആർക്ക് പറയാം? എനിവൺ? ആദ്യത്തെ ഒരു 1-2 ചോദ്യം കഴിഞ്ഞതിന് ശേഷം ആൻസർ ഒന്നും വരുന്നില്ല. ബി പാർട്ട് എന്ന് പറഞ്ഞു. സോ ഗോ ആൻഡ് കോൾ ഹെർ ആസ് സൂൺ ആസ് പോസിബിൾ അല്ലേ? നമുക്ക് നോക്കാം. വേറെ എനിവൺ? എ പാർട്ട്. അമൃത, എ പാർട്ട്. എ പാർട്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ ആൻസർ? ഇവിടെ 1ാമത്തെ പാർട്ട് നോക്കേ. ദേ ഓൾ ആർ ദെയർ, അവരെല്ലാവരും അവിടെ ഉണ്ട്. ബട്ട് ഷീ, പക്ഷേ അവൾ എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുന്നത് സോ ഗോ ആൻഡ് കോൾ ഹെർ, അവളെ വിളിക്കാനാ. പോയി അവളെ വിളിക്കാൻ. കാരണം മീറ്റിങ്ങിൽ പ്രിസൈഡ് ചെയ്യേണ്ടത് അവളാ, അധ്യക്ഷയായിട്ടിരിക്കേണ്ടത് അവളെയാ. പക്ഷേ എല്ലാവരും അവിടെ ഉണ്ട്, പക്ഷേ അവളില്ല. എന്ന് ഈ സെൻറ്റൻസിൽ പറഞ്ഞില്ല. ഇല്ലാത്തപ്പോഴല്ലേ പോയി വിളിച്ചോണ്ട് വരാൻ പറയാൻ പറ്റൂ. അപ്പം സത്യത്തിൽ ദേ ഓൾ ആർ ദെയർ ബട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഷീ കഴിഞ്ഞിട്ട് ഷീ ഈസ് നോട്ട് എന്ന് വരണമായിരുന്നു. കണ്ട എങ്ങനെയായിരുന്നു വരേണ്ടത്? ദേ ഓൾ ആർ ദെയർ ബട്ട് ഷീ ഈസ് നോട്ട്. ബട്ട് ഷീ ഈസ് നോട്ട്, എല്ലാവരും അവിടെയുണ്ട് പക്ഷേ അവളില്ല. ഷീ ഈസ് നോട്ട്. സോ ഗോ ആൻഡ് കോൾ ഹെർ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നാലേ ആ സെൻറ്റൻസ് പൂർത്തിയാവത്തോളൂ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ എപ്പോഴും ഓർത്തോണം, പ്രിസൈഡ് എന്ന വെർബിൻ്റെ കൂടെ എപ്പോഴും ചേർന്ന് വരുന്ന ഒരു പ്രിപ്പോഷൻ ഓവറാണ്. പ്രിസൈഡ് ഓവർ. അവിടെ ഓവർ ഇല്ലായിരുന്നെന്നിരിക്കട്ടെ, തെറ്റാ. പ്രിസൈഡ് ദ മീറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല.
പ്രിസൈഡിൻ്റെ കൂടെ എപ്പോഴും ആര് വേണം? ഓവർ വേണം, അത് വേണം. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എ ആയിരുന്നു. എ പാർട്ടിലാണ് തെറ്റ്. ദേ ഓൾ ആർ ദെയർ ബട്ട് ഷീ ഈസ് നോട്ട്. ഷീ ഈസ് നോട്ട്. എല്ലാവരും അവിടെയുണ്ട്, പക്ഷേ അവളില്ല. ഷീ നോട്ട്. അപ്പോൾ അവിടെ ഇല്ല എന്ന് അവിടെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇല്ല എന്ന് കാണിക്കാൻ അവിടെ ഒരു നോട്ട്. അതാണ് യഥാർത്ഥത്തിൽ നിലവിൽ ഈ സെൻറ്റൻസിൽ കിടക്കുന്ന തെറ്റതാണ് കേട്ടോ. അല്ലാതെ മറ്റൊരു തെറ്റ് ആ സെൻറ്റൻസിനകത്ത് ഇല്ല. അപ്പോൾ എ പാർട്ടിലാണ് തെറ്റ്. ഓക്കെ, നിലവിലെ തെറ്റ് എ പാർട്ടിലാണ് കേട്ടോ. ശരി, അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ സിനോണിം. ഗിവ് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അഡ്വാൻറ്റേജസ്. ഒരു ഗ്രാമർ, ഒരു വൊക്കാബുലറി. ആ ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. നോക്കണേ, എല്ലാം സിനോണിമാണ് വരുന്നത്. ഗിവ് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന വേർഡിൻ്റെ സിനോണിം അഡ്വാൻറ്റേജസ്. അതൊന്ന് പറയടേ. അൺലക്കി ആണോ, ക്രൂഷ്യൽ ആണോ, അഡ്വേഴ്സ് ആണോ, ഫേവറബിൾ ആണോ? അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ്. അൺലക്കി ആണോ, ക്രൂഷ്യൽ ആണോ, അഡ്വേഴ്സ് ആണോ, ഫേവറബിൾ ആണോ? അഡ്വാൻറ്റേജസ്. അതിൻ്റെ തനി മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതെന്നാണ് കേട്ടോ. അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ ഏതാ? നമുക്ക് അനുകൂലമായിട്ട് വരുന്നതാ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? അൺലക്കി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് അല്ലേ. ലക്കി എന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അൺലക്കി നമുക്കൊരു ഭാഗ്യം ഇല്ലാത്ത നിർഭാഗ്യകരമായല്ലേ അൺലക്കി. അപ്പോൾ അൺലക്കി എന്തായാലും വരത്തില്ല. ക്രൂഷ്യൽ, നിർണായകമായെന്ന. ക്രൂഷ്യൽ എന്ന് വെച്ചാൽ നിർണായകമായ, ക്രിറ്റിക്കലായിട്ടുള്ള. അപ്പോൾ അതല്ല ഇവിടെ. അഡ്വേഴ്സ് എന്ന് വെച്ചാൽ അഡ്വാൻറ്റേജസിൻ്റെ ഓപ്പോസിറ്റാണ് അഡ്വേഴ്സ്. അൺഫേവറബിൾ എന്നാണ്. അഡ്വേഴ്സ് എന്ന് വെച്ചാൽ അൺഫേവറബിൾ, നമുക്ക് ഫേവറബിൾ അല്ലാത്ത, അനുകൂലമല്ലാത്തതാണ്. പ്രതികൂലമായിട്ട് വരുന്ന അഡ്വേഴ്സ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ്, അഡ്വാൻറ്റേജസിൻ്റെ ഓപ്പോസിറ്റാണ് അഡ്വേഴ്സ്. അൺഫേവറബിൾ, നമുക്ക് പ്രതികൂലമായിട്ട് വരുന്ന. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഫേവറബിൾ ആണ്. അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഫേവറബിൾ ആണ്, നമുക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്, ഫേവറബിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഫേവറബിൾ എന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ ഫേവറബിൾ സിറ്റുവേഷനുമുണ്ട്, അൺഫേവറബിൾ സിറ്റുവേഷനും ഉണ്ടല്ലോ നമുക്ക്. അടുത്ത നോക്കി. ഐ, യു ആൻഡ് ഹി must offer assistance to the downtrodden, said one of the boys standing by him. No error. Sentence കണ്ടോ? ഒന്നുകൂടെ വായിക്കാം. I, you and he. I, you and he must offer assistance to the downtrodden, said one of the boys standing by him. No error. ഈ സെൻറ്റൻസിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോടെ? ഞാനും നീയും അവനും തീർച്ചയായിട്ടും മസ്റ്റ് ഓഫർ അസിസ്റ്റൻസ് ടു ദ ഡൗൺ ട്രോഡൻ. ഡൗൺ ട്രോഡനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓഫർ ചെയ്യണം. ആരാ പറഞ്ഞത്? സെഡ് വൺ ഓഫ് ദ ബോയ്സ് സ്റ്റാൻഡിങ് ബൈ ഹിം. അവൻ്റെ അടുത്ത് നിന്നൊരു കുട്ടി പറഞ്ഞതാണ്. ഇതിനകത്ത് എവിടെയെങ്കിലും തെറ്റുണ്ടോ? ഐ, യു ആൻഡ് ഹി, ഞാനും നീയും അവനും. ഫസ്റ്റ് പാർട്ട് മസ്റ്റ് ഓഫർ അസിസ്റ്റൻസ്, തീർച്ചയായിട്ടും സഹായം നൽകണം. ടു ദ ഡൗൺ ട്രോഡൻ, സെഡ് വൺ ഓഫ് ദ ബോയ്സ്. അടുത്ത പാർട്ട് ദ ബോയ്സ് സ്റ്റാൻഡിങ് ബൈ ഹിം. അവിടെ എവിടെയെങ്കിലും തെറ്റുണ്ടോ നോക്കേ. ഡി പാർട്ടിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരല്ലേ. ഡി പാർട്ട് എന്ന് പറയുമ്പോൾ ദ ബോയ്സ് സ്റ്റാൻഡിങ് ബൈ ഹിം ആണോ? നോക്കാം. വേറെ ആരെങ്കിലും? എനിവൺ? ഇല്ല, നോക്കാം. സോറി, ഈ ആണെന്നോ? ഈ എന്ന് പറയുമ്പോൾ നോ എററാണ്, തെറ്റൊന്നും ഇല്ലേ? നോക്കാം. ഇവിടെ അമൃത എ പാർട്ടിലാണ് തെറ്റുന്നത്. നോക്കാം. ഈ എ പാർട്ടിൽ ഇല്ല, പോയ വിട്ട് കളഞ്ഞ. ശരി, ഇവിടെ തെറ്റ് എ പാർട്ടിലാണ്.
I, you and he must offer assistance to the downtrodden, said one of the boys standing by him. ഇതിൽ എ പാർട്ടിലാണ് തെറ്റ്. എ പാർട്ടിലാണ് തെറ്റ്. എന്താണ് എ പാർട്ടിലെ തെറ്റ്? ഒരാരോ പറഞ്ഞിട്ട് മുങ്ങിയായിരുന്നു. അപ്പം എ പാർട്ടിൽ എന്താ തെറ്റെന്ന് ചോദിച്ചാൽ ഈ പ്രോനൗൺ കൊടുത്തിരിക്കുന്ന ഓർഡർ തന്നെയാണ് തെറ്റ്. ഈ പ്രോനൗൺസ് കൊടുത്തിരിക്കുന്ന ഓർഡർ തന്നെയാണ് തെറ്റ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോണം. ഇവിടെ ഐ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സണാണ്. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണ്. ഐ എന്ന് പറയുന്ന പ്രോനൗൺ ഫസ്റ്റ് പേഴ്സണ്. യു എന്ന് പറയുന്ന പ്രോനൗൺ സെക്കൻഡ് പേഴ്സണ്. യു എന്ന് പറയുന്ന പ്രോനൗൺ സെക്കൻഡ് പേഴ്സണ്. ഹി എന്ന് പറയുന്ന പ്രോനൗൺ തേർഡ് പേഴ്സണ്. തേർഡ് പേഴ്സൺ. നമുക്ക് പ്രോനൗണിൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ പ്രോനൗൺ പഠിക്കുമ്പോൾ, പേഴ്സണൽ പ്രോനൗൺസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും പറയുന്ന ആൾ, സെക്കൻഡ് പേഴ്സൺ കേൾക്കുന്നയാൾ, തേർഡ് പേഴ്സൺ പറയപ്പെടുന്നയാൾ. ഇപ്പം ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ. യു ആണ് സെക്കൻഡ് പേഴ്സൺ, എപ്പോഴും കേൾക്കുന്ന ആൾ. തേർഡ് പേഴ്സൺ പറയപ്പെടുന്ന ആളാണ്. അവൻ വരാം, അവൾ വരാം, അവർ വരാം, അവനെപ്പറ്റി അവളെപ്പറ്റിയൊക്കെ പറയാം. അത് തേർഡ് പേഴ്സൺ. അപ്പം മൂന്ന് പേഴ്സണാണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഈ 3 പേഴ്സണിൽപ്പെട്ട പ്രോനൗണിനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ 3 പേഴ്സൺ, ഫസ്റ്റ് പേഴ്സണും ഉണ്ട്, സെക്കൻഡ് പേഴ്സണും ഉണ്ട്, തേർഡ് പേഴ്സണും ഉണ്ട്. 3 പേഴ്സൺ പ്രോനൗൺസിനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓർഡർ ഉണ്ട്. തോന്നിയ കണക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അതിനൊരു ഓർഡർ ഉണ്ട്, പൊസിഷൻ ഉണ്ട്. കറക്റ്റ് ഗ്രാമാറ്റിക്കൽ ഓർഡർ. ശ്രദ്ധിക്കണേ, കറക്റ്റ് ഗ്രാമാറ്റിക്കൽ ഓർഡർ. കറക്റ്റ് ഗ്രാമാറ്റിക്കൽ ഓർഡർ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടത്. ഈ കറക്റ്റ് ഗ്രാമാറ്റിക്കൽ ഓർഡർ എപ്പോഴും വരുന്നത് എക്സ്പ്രസിങ് ഗുഡ്നെസ്, നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ്. എന്ത് പറയുമ്പോഴാണ്? നല്ലതൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ കറക്റ്റ് ഓർഡർ ഫോളോ ചെയ്യണം. ആ ഓർഡർ എപ്പോഴും ശ്രദ്ധിച്ചോണം. സെക്കൻഡ് പേഴ്സൺ ആദ്യം, അത് കഴിഞ്ഞ് തേർഡ് പേഴ്സൺ, ലാസ്റ്റ്ലി ഫസ്റ്റ് പേഴ്സൺ. ഇതാണ് കറക്റ്റ് ഓർഡർ. സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പം നമ്മുടെ ചോദ്യത്തിൽ സെക്കൻഡ് പേഴ്സൺ യു ആണ്. സെക്കൻഡ് പേഴ്സൺ ആരാ? യു, കോമ. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ഹി ആണ്. ആൻഡ് ഫസ്റ്റ് പേഴ്സൺ ആരാണ്? ഐ ആണ്. അപ്പം ഈ ഒരു ഓർഡറിൽ നമുക്ക് എഴുതാൻ പറ്റും. യു, കോമ, ഹി ആൻഡ് ഐ. അതാണ് സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. ഇവിടെ തിരിച്ചാ തന്നത്. അപ്പോൾ ആദ്യം യു, അത് കഴിഞ്ഞ് ഹി, അത് കഴിഞ്ഞ് ഐ. അതാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ. അപ്പം കറക്റ്റ് ഗ്രാമാറ്റിക്കൽ ഓർഡർ, നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ ഓർഡറാണ്. സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. ഇനി രണ്ടാമതൊരു ഓർഡർ ഉണ്ട്, അഡ്മിറ്റിംഗ് എ ഗിൽറ്റ് ഓർ മിസ്റ്റേക്ക്. അഡ്മിറ്റിംഗ് എ മിസ്റ്റേക്ക് ഓർ ഗിൽറ്റ്. നമ്മളെന്തെങ്കിലും കുറ്റം സമ്മതിക്കുക അല്ലെങ്കിൽ മിസ്റ്റേക്ക് സമ്മതിക്കുക. അപ്പം നമുക്ക് ഓർഡർ മാറി എങ്ങനെ എടുക്കാം? ഈ ഓർഡറിൽ പറയാം. നമ്മളെ കറക്റ്റ് ഓർഡർ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. എങ്ങനെ പറയാം? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പം നമുക്ക് ഈ സെൻറ്റൻസ് ഈ പറഞ്ഞ കണക്ക് ഐ എടുക്കാം, സെക്കൻഡ് യു എടുക്കാം, ഹി എടുക്കാം. അത് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഗിൽറ്റ്, കുറ്റം സമ്മതിക്കുക, തെറ്റ് സമ്മതിക്കുക, അങ്ങനെയുള്ളപ്പോഴേ ഉള്ളൂ. അപ്പം കറക്റ്റ് ഓർഡർ അനുസരിച്ച് വരേണ്ടത് നമ്മുടെ ആദ്യത്തെ ഓർഡറാണ്. സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. ഇവിടെ തിരിച്ചായിട്ടിരിക്കുന്നത്. അപ്പം കറക്റ്റിന് ഇവിടെ വരേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം സെക്കൻഡ് പേഴ്സൺ ആര് വരണം? യു വരണം. അത് കഴിഞ്ഞ് തേർഡ് പേഴ്സൺ ഹി വരണം. ലാസ്റ്റ്ലി ഫസ്റ്റ് പേഴ്സൺ ഐ വരണം. ഇതാണ് ഇവിടെ കറക്റ്റ് വരേണ്ടത്. യു, ഹി ആൻഡ് ഐ. ഓക്കെ ആണോ? സംശയമൊന്നുമില്ലല്ലോ. അഞ്ചാമത്തെ ചോദ്യത്തിലോട്ട്, ഏഴാമത്തെ ചോദ്യത്തിലോട്ട് പോട്ടെ. നല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇറ്റ് ഈസ് ക്വൈറ്റ് ഓബ്വിയസ് ദാറ്റ് ഐ വുഡ് നെവർ ഡു ദാറ്റ് ഇഫ് ഐ വെയർ ഹിം. നോ എറർ. എവിടെ തെറ്റ്? തെറ്റ് കണ്ടുപിടിക്കാനാണ്. ഓരോന്ന് വായിച്ചു നോക്കേ. ഇറ്റ് ഈസ് ക്വൈറ്റ് ഓബ്വിയസ്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഓബ്വിയസ്. ഓബ്വിയസ് ഓബ്വിയസ് വെച്ചാൽ ക്ലിയർ ആണ്, വ്യക്തമാണ്. ദാറ്റ് ഐ വുഡ് നെവർ ഡു ദാറ്റ് ഇഫ് ഐ വെയർ ഹിം.
ഉത്തരം വന്നേ, വരട്ടെ വരട്ടെ. ബി പാർട്ടിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഓബ്വിയസ് കഴിഞ്ഞ് ദാറ്റ് ഐ വുഡ്. ബി പാർട്ടിൽ ഓക്കെ. വേറെ എനിവൺ? വേറെ ആർക്കും ആൻസർ ഇല്ലേ? നോക്കാം. ഇറ്റ് ഈസ് ക്വൈറ്റ് ഓബ്വിയസിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ചോദിച്ചാൽ തെറ്റില്ല, പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് ഓബ്വിയസ്, തികച്ചും വ്യക്തമാണെന്ന് അതിനർത്ഥം. അതിനകത്ത് നിലവിൽ തെറ്റൊന്നുമില്ല. ശരി. പിന്നെ ദാറ്റ് ഐ വുഡ് നെവർ ഡു ദാറ്റ് ഇഫ് ഐ വെയർ ഹിം. ഇത് തമ്മിൽ ചെയ്യുമ്പോൾ പരസ്പരം ഒന്ന് നോക്കാം. ഇവിടെ ഐ വുഡ് നെവർ ഡു, അതായത് വുഡ് പ്ലസ് V1 ആരെ വെച്ചിട്ടുണ്ട്? വുഡ് പ്ലസ് V1. നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 കൊടുക്കുന്നത് ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വെച്ച് എഴുതുമ്പോൾ തന്നെ. അപ്പോൾ ഇവിടെ വുഡ് പ്ലസ് ഡു ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇഫ് വരുന്നിടത്ത് പാസ്റ്റ് ടെൻസ് അല്ലേ വരേണ്ടത്? അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം, പിന്നെന്താ ഇതിനകത്ത് തെറ്റെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഡി പാർട്ടിൽ തന്നെയാണ് തെറ്റ്. തെറ്റ് ഇവിടെ തന്നെയാണ് ഡി പാർട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഐ വെയർ ഹിം. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഐ വെയർ ഹിം. ശ്രദ്ധിക്കണം, ഇവിടെ കണ്ടീഷണൽ സെൻറ്റൻസ് ഇമാജിനറി കണ്ടീഷൻ, അൺറിയൽ കണ്ടീഷൻ ആയതുകൊണ്ടാണ് വെയർ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ വോസ് ഇല്ല. കണ്ടീഷണൽ അൺറിയൽ അല്ലെങ്കിൽ ഇമാജിനറി കണ്ടീഷൻ പറയുമ്പോൾ ഇപ്പോൾ ഐ ആണെങ്കിലും ഹി ആണെങ്കിലും ഷി ആണെങ്കിലും ഒക്കെ നമ്മൾ ആരെ വെച്ചോ പറയുന്ന വെയർ, വോസ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇഫ് ഐ വെയർ ഹിം, ഇവിടെ സത്യത്തിൽ വരേണ്ടത് ഇഫ് ഐ വെയർ ഹിം എന്നല്ല. ഒന്നുകിൽ നമുക്ക് പറയാം, ശ്രദ്ധിക്കണേ, ഇഫ് ഐ വെയർ ഹി. എങ്ങനെ പറയാം? ഇഫ് ഐ വെയർ ഹി, അവൻ ഞാനായിരുന്നെങ്കിൽ. ഇഫ് ഐ വെയർ ഹി, ഞാൻ അവനായിരുന്നെങ്കിൽ. അല്ലെങ്കിൽ അത് പറയേണ്ടത് ഇഫ് ഐ വെയർ ഇൻ ഹിസ് പ്ലേസ്. എങ്ങനെ പറയാം? ഇഫ് ഐ വെയർ ഇൻ ഹിസ് പ്ലേസ്. ഈ രണ്ടിലൊരു രീതിയിലാണ് ഇത് പറയേണ്ടത്, അല്ലാതെ ഇഫ് വെയർ ഹിം എന്നല്ല പറയേണ്ടത്. ഒന്നുകിൽ ഇഫ് ഐ വെയർ ഹി, അല്ലെങ്കിൽ ഇഫ് ഐ വെയർ ഇൻ ഹിസ് പ്ലേസ്. അതിലൊന്നാണ് അവിടെ കറക്റ്റ് വരേണ്ടത്. ക്ലിയർ ആണോ? ബാക്കി ടെൻസ് നോക്കുമ്പോൾ കറക്റ്റാണ്. കാരണം ഇവിടെ ഇഫ് ക്ലോസിൽ ഐ വെയർ പാസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ വുഡ് പ്ലസ് V1 ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന എറർ ഇവിടെയാണ്. ഇഫ് ഐ വെയർ ഹിം എന്നല്ല പറയേണ്ട. ഒന്നുകിൽ ഇഫ് ഐ വെയർ ഹി, അല്ലെങ്കിൽ ഇഫ് ഐ വെയർ ഹിസ് പ്ലേസ്, ഇൻ ഹിസ് പ്ലേസ്. ഈ രണ്ടിലൊരു രീതിയിലാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഡി പാർട്ടിലായിരുന്നു തെറ്റ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തത്. ഗിവ് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. നമുക്ക് തന്നിരിക്കുന്ന വേർഡിൻ്റെ സിനോണിം ആന്തോളജി എന്നാണ്. ആന്തോളജി ഇൻഹെറിറ്റൻസ് എന്നാണോ, ലെഗസി എന്നാണോ, കറൻസി എന്നാണോ, കളക്ഷൻ എന്നാണോ? അതൊരു പക്ഷെ പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. ആന്തോളജി, ആന്തോളജി ഓഫ് പോയിംസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. ആന്തോളജി ഓഫ് പോയിംസ്, ആന്തോളജി ഓഫ് സ്റ്റോറീസ്. അപ്പം ആന്തോളജി എന്ന് വെച്ചാൽ എന്താ? ഇൻഹെറിറ്റൻസ് ആണോ, ലെഗസി ആണോ, കറൻസി ആണോ, കളക്ഷൻ ആണോ? ഡേ പെട്ടെന്ന് പറ. ആൻസർ പറയട്ടെ? ആരും പറയുന്നില്ല. ആദ്യം ആൻസർ പറഞ്ഞവരൊന്നും ഇപ്പം കാണുന്നില്ല. ആന്തോളജി എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് എന്നാണോ, ലെഗസി എന്നാണോ, കറൻസി എന്നാണോ, കളക്ഷൻ എന്നാണോ? എനിവൺ? ഞാൻ എളുപ്പ വഴിയാണ് പറഞ്ഞു തന്നത്. ആന്തോളജി ഓഫ് പോയിംസ് എന്ന് പറയത്തില്ലേ നമ്മൾ, അല്ലേ? അപ്പം എന്തോ ആന്തോളജി? ഇത്രയൊക്കെ പറഞ്ഞിട്ട് അതിന് ഉത്തരം വരുന്നില്ലേ? ആന്തോളജി എന്ന് വെച്ചാൽ കളക്ഷൻ എന്നാണ്. കളക്ഷൻ,
ആന്തോളജി എന്ന് വെച്ചാൽ കളക്ഷൻ എന്നാണ്, കളക്ഷൻ. ആന്തോളജി എന്ന് വെച്ചാൽ കളക്ഷൻ എന്നാണ്. അതല്ലേ ആന്തോളജി ഓഫ് പോയംസ്, കളക്ഷൻ ഓഫ് പോയംസ് എന്ന് പറഞ്ഞത്. ഇൻഹെറിറ്റൻസും ലെഗസിയും ഒരേ മീനിങ് ആണ് ഏകദേശം. ഇൻഹെറിറ്റൻസ്, ലെഗസി. ഇൻഹെറിറ്റൻസ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒന്ന്. ഇൻഹെറിറ്റൻസ് ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തുമാവട്ടെ, അല്ലേ? അത് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുന്ന, പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അതാണ് ലെഗസിയും, പാരമ്പര്യം. ഇൻഹെറിറ്റൻസും ലെഗസിയും ഒരേ മീനിങ്ങാണ്. പരമ്പരാഗതമായിട്ട്, പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്നത്. കറൻസി എന്ന് വെച്ചാൽ നമ്മൾ എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്, പണം, മണിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിലെ കറൻസി. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഉത്തരം ഏതാണ്? കളക്ഷൻ ആണ്. ആന്തോളജി എന്ന് വെച്ചാൽ കളക്ഷൻ എന്നാണ്, കളക്ഷൻ. അടുത്ത നോക്കേ. ഇറ്റ് വാസ് ഹിം ഹു ഹാഡ് സെറ്റ് മൈ ഹൗസ് ഓൺ ഫയർ ആൻഡ് യു ആർ ആസ്കിംഗ് മീ ടു ഫോർഗിവ് ഹിം ഫോർ വാട്ട് ഹി ഹാഡ് ഡൺ, നോ എറർ. ഇച്ചിരി നീളമുള്ള സെൻറ്റൻസാണ്, ഒന്ന് വായിച്ചു നോക്കേ. ഇറ്റ് വാസ് ഹിം ഹു ഹാഡ് സെറ്റ് മൈ ഹൗസ് ഓൺ ഫയർ ആൻഡ് യു ആർ ആസ്കിംഗ് മീ ടു ഫോർഗിവ് ഹിം ഫോർ വാട്ട് ഹി ഹാഡ് ഡൺ, നോ എറർ. ആൻസർ ഡി ആണെന്നോ? ഡി എന്ന് പറയുമ്പോൾ വാട്ട് ഹി ഹാഡ് ഡൺ എ ആണ്. ഇറ്റ് വാസ് ഹിം ഹു ഹാഡ് സെറ്റ്, ഇറ്റ് വാസ് ഹിം, അവിടെയാണ് തെറ്റെന്ന്. എ. അപ്പം സി പറഞ്ഞു, എ പറഞ്ഞു. വേറെ വരട്ടെ. ശരി, നോക്കാം. വേറെ ആർക്കും ആൻസർ ഇല്ല. അമൃത എ പറഞ്ഞു. കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഓടി വരുന്നത്. ബാക്കി കുറേ പേര് ഇതിനകത്തുണ്ട്, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിലവിൽ 7-8 പേരുണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. പോട്ടെ. അപ്പം ഇറ്റ് വാസ് ഹിം ഹു ഹാഡ് സെറ്റ് മൈ ഹൗസ് ഓൺ ഫയർ. ഇവിടെ തന്നെ ഒരു തെറ്റുണ്ട്. എ പാർട്ടിൽ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഹിം എന്നൊരിക്കലും പറയത്തില്ല. ഇറ്റ് വാസ് ഹിം എന്നല്ല പറയേണ്ട, കറക്റ്റിന് ഇറ്റ് വാസ് ഹി എന്നാണ് പറയേണ്ടത്. അവനായിരുന്നു ഇത്. ഇറ്റ് വാസ് ഹി. ഇറ്റ് വാസ് മീ എന്നല്ല പറയുന്നത്, ഇറ്റ് വാസ് ഐ. ക്ലിയർ ആണോ? അപ്പം ഇറ്റ് വാസ് ഹിം എന്ന് പറയത്തില്ല, ഇറ്റ് വാസ് ഹി. എന്നിട്ട് ആ ഹി ആണ് നമ്മളിവിടെ ഹൂ വെച്ച് പറഞ്ഞിരിക്കുന്നത്, കണ്ടോ? അപ്പം കറക്റ്റിന് പറയേണ്ടത് ഇറ്റ് വാസ് ഹി, ഹിം അല്ല. ഇറ്റ് വാസ് ഹി, ഇറ്റ് വാസ് ഹി, ഹിം അല്ല. അപ്പം അങ്ങനെയാണ് അത് പറയേണ്ടത്. ഇറ്റ് വാസ് ഹി, അവനായിരുന്നു, ഹു ഹാഡ് സെറ്റ് മൈ ഹൗസ് ഓൺ ഫയർ. അപ്പം ഇറ്റ് വാസ് മീ എന്നല്ല പറയേണ്ടത്, ഇറ്റ് വാസ് ഐ, ഇറ്റ് വാസ് ഐ. ഈ പ്രസൻറ്റ് പറഞ്ഞാലും ഇറ്റ് ഈസ് മീ എന്നല്ല, ഇറ്റ് ഈസ് ഐ, ഞാനാകുന്നു. ഇറ്റ് ഈസ് മീ എന്നല്ല, ഇറ്റ് ഈസ് ഐ. അവിടെ സബ്ജക്റ്റീവ് ഫോം കൊടുത്താൽ എഴുതേണ്ടത്. അപ്പം ഇറ്റ് വാസ് ഹിം എന്നല്ല പറയേണ്ടത്, ഇറ്റ് വാസ് ഹി. അപ്പം തെറ്റ് എ പാർട്ടിലാണ് കേട്ടോ, എ പാർട്ടിലാണ് തെറ്റ്. ഇറ്റ് വാസ് ഹിം എന്നല്ല പറയേണ്ടത്, ഇറ്റ് വാസ് ഹി. ആ ഹി ആണ് പിന്നീട് ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ഹൂ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഹി എന്ന് പറയുന്ന ആ പ്രോനൗണിന് പകരമാണ് ഹൂ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അവിടെ ഒബ്ജക്റ്റീവ് ഫോം അല്ല വരേണ്ടത്, സബ്ജക്റ്റ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചോണം, നമ്മൾ ഈ ഇറ്റ് എടുത്തിട്ട് ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് വാസ് ഒക്കെ നമ്മളിങ്ങനെ ചേർത്ത് ഉപയോഗിക്കുമല്ലോ, അതിൻ്റെ കൂടെ സബ്ജക്റ്റീവ് ഫോം ഉപയോഗിക്കണം. ആരെ ഉപയോഗിക്കുക? സബ്ജക്റ്റീവ്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് മീ അല്ല, ഇറ്റ് ഈസ് ഐ. ഇറ്റ് ഈസ് ഹിം അല്ല, ഇറ്റ് ഈസ് ഹി. ഇനി പാസ്റ്റിലാണെങ്കിൽ ഇറ്റ് വാസ് ഹിം അല്ല, ഇറ്റ് വാസ് ഹി. ക്ലിയർ ആണോ? അത് പഠിച്ചു വെച്ചോണം കേട്ടോ. ശരി, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. Give the synonym of the given word. Absolved. Absolved എന്ന വേർഡിൻ്റെ absolve എന്നതിൻ്റെ ഇ ഡി ചേർത്ത ഫോം. absolvedൻ്റെ സിനോണിം സ്കോൾഡഡ് ആണോ, പാഡഡ് ആണോ, പണിഷ്ഡ് ആണോ, ബോയ്കോട്ടഡ് ആണോ? absolved. പെട്ടെന്ന് പറഞ്ഞേ. അബ്സോൾവ് ചെയ്യുക എന്നിട്ടില്ലേ, അബ്സോൾവ് ചെയ്യുക. അബ്സോൾവ്ഡ് സ്കോൾഡഡ് ആണോ, പാഡഡ് ആണോ, പണിഷ്ഡ് ആണോ, ബോയ്കോട്ടഡ് ആണോ?
അബ്സോൾവ്ഡ്. ഞാൻ പറയാം, അബ്സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ഗിൽറ്റ്, കുറ്റവിമുക്തനാക്കുക എന്നാണ്. അബ്സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ഗിൽറ്റ്, ഒരാളെ കുറ്റത്തിൽ നിന്ന് ഫ്രീ ആക്കുക, സ്വതന്ത്രനാക്കുക. അപ്പം എന്ന് വെച്ചാൽ അയാൾ ഒരു തെറ്റ് ചെയ്താൽ അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കുക, അതാണ് അബ്സോൾവ്. അയാളെ ആ കുറ്റത്തിൽ നിന്ന് ഫ്രീ ആക്കുക. അപ്പോൾ ഫ്രീ ഫ്രം ഗിൽറ്റ് ആണ്. അപ്പോൾ അയാളെ എന്താക്കുകയാണ്? അയാളോട് ക്ഷമിച്ചു കൊടുക്കലാണ് അബ്സോൾവ്ഡ്. അപ്പോൾ ഇവിടെ അബ്സോൾവ്ഡിൻ്റെ കറക്റ്റ് മീനിങ് പാർഡൻ എന്നാണ്. PARDON. പാർഡൻ ചെയ്യുക എന്ന് വെച്ചാൽ ക്ഷമിക്കുക എന്നാണ്. അപ്പം അബ്സോൾവ്ഡിൻ്റെ സിനോണിം പാർഡൻഡ്. സ്കോൾഡഡ് എന്ന് വെച്ചാൽ റിബ്യൂക്ക്, ശകാരിക്കുക, വഴക്ക് പറയുക, ചീത്ത പറയുക എന്നൊക്കെ. പണിഷ്ഡ്, ശിക്ഷിക്കുകയാണല്ലോ. ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ഒരു കാര്യം നിരസിച്ച് എതിർത്ത് വിട്ടുപോകുന്നല്ലേ ബോയ്ക്കോട്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് ബി ആണ്, പാർഡൻഡ്. സിനോണിമാണ് ചോദിച്ചത്. അപ്പോൾ അബ്സോൾവ്ഡ് എന്ന് വെച്ചാൽ കുറ്റവിമുക്തനാക്കുക, അല്ലെങ്കിൽ കുറ്റത്തിൽ നിന്ന് ഫ്രീ ആക്കുക. അപ്പം അവനോട് ക്ഷമിച്ചു കൊടുക്കലാണ്. അപ്പം പാർഡൻ. അബ്സോൾവ്ഡ് എന്ന് വെച്ചാൽ പാർഡൻ എന്നാണ് കേട്ടോ, ക്ഷമിച്ചു കൊടുക്കല. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ ചോദ്യം നോക്കേ. വൺ മസ്റ്റ് നോട്ട് ബോസ്റ്റ് ഓഫ് ഹിസ് ഓൺ സക്സസ് ബിക്കോസ് ഇറ്റ് മേക്സ് വൺ നോട്ട് ഓൺലി കോംപ്ലസൻറ്റ് ബട്ട് ആൾസോ ലാക്സ് ആൻഡ് കെയർലെസ്. എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്ന? ഇത് എറർ കണ്ടുപിടിക്കാനുള്ളതാണ്. 4 പാർട്ടും 5ാമത്തെ ഈ നോ എററുമാണ്. വൺ മസ്റ്റ് നോട്ട് ബോസ്റ്റ് ഓഫ് ഹിസ് ഓൺ സക്സസ് ബിക്കോസ് ഇറ്റ് മേക്സ് വൺ നോട്ട് ഓൺലി കോംപ്ലസൻറ്റ് ബട്ട് ഓൾസോ ലാക്സ് ആൻഡ് കെയർലെസ്. നോ എറർ. എവിടെ തെറ്റുണ്ടോ? എവിടെയെങ്കിലും എററുണ്ടോ? ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഈ എറർ. കാരണം നമ്മളെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ ഒരു പ്രത്യേകത, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത അതിനകത്തുണ്ട്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് വായിച്ചാൽ മതി. ബി പാർട്ട്. അമൃത പലപ്പോഴും പറയുന്ന ആൻസർ ശരിയാവുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തായിരിക്കും ബി പാർട്ട് പറയാൻ കാരണം? ഞാനൊന്ന് നോക്കട്ടെ. ആ ബി പാർട്ട് എന്ന് പറഞ്ഞില്ലേ, എന്തായിരിക്കാം റീസൺ? ചിലർ എ പാർട്ടാണ് പറയുന്നത്. ഓക്കെ. പക്ഷെ അവിടെ വേറൊരു കുഴപ്പമുണ്ട്. എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല, നീ എഴുതി തന്നത് അങ്ങനെയല്ല. അവിടെ ഒരു സാധനത്തിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. കുഴപ്പമില്ല, എന്തായാലും പറഞ്ഞാൽ അത് കാര്യം കിട്ടിയല്ലോ. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ബി പാർട്ടിലാണ് തെറ്റ്. ഓക്കെ. ബി പാർട്ടിലാണ് തെറ്റ്. ഇവിടെ ബി പാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എ പാർട്ട് ശ്രദ്ധിക്കണേ. എ പാർട്ടി നമുക്ക് തന്നിരിക്കുന്നത് വൺ മസ്റ്റ് നോട്ട് ബോസ്റ്റ് ഓഫ് എന്ന് വെച്ചാൽ നമ്മളെ പുകഴ്ത്തി പൊങ്ങച്ചം പറയാന്ന് പറയത്തില്ല. അപ്പം വൺ മസ്റ്റ് നോട്ട് ബോസ്റ്റ് ഓഫ് ഹിസ് ഓൺ സക്സസ്. ഇവിടെ സബ്ജക്റ്റ് 1 ആണ്. സബ്ജക്റ്റ് ആരാ? 1. ഈ 1 എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പൊസസീവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹിസ് ആണ്. ആരെ യൂസ് ചെയ്തിരിക്കുന്ന? ഹിസ്. ഇപ്പം നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ, അമേരിക്കൻ ഇംഗ്ലീഷാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, ഇപ്പം വൺ ഹാസ് ടു കീപ്പ് ഹിസ് സ്റ്റാറ്റസ് എന്ന് പറയാം. അവനാണെങ്കിൽ, അവളാണെങ്കിൽ വൺ ഹാസ് ടു കീപ്പ് ഹെർ സ്റ്റാറ്റസ് എന്ന് പറയാം. ഞാൻ പറഞ്ഞു മനസ്സിലാവും. അപ്പം അമേരിക്കൻ ഇംഗ്ലീഷിൽ നമ്മൾക്ക് വണ്ണിൻ്റെ പൊസസീവായിട്ട് ഹിസ് ഉപയോഗിക്കാം, ഹെർ ഉപയോഗിക്കാം, പറയുന്നതിനനുസരിച്ച് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വണ്ണിൻ്റെ പൊസസീവായിട്ട് വൺ എഴുതി അപ്പോസ്ട്രോഫിയസ് അതേ യൂസ് ചെയ്യാൻ പറ്റും. വൺ എന്ന് പറയുന്ന പ്രോനൗണിൻ്റെ പൊസസീവ് എഴുതുമ്പോൾ ഹിസ്സോ ഹെറോ അല്ല, നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വേണ്ടത് വൺസ് ആണ്. അപ്പോൾ വൺ എഴുതിയിട്ട് അപ്പോസ്ട്രോഫിയസ്. അപ്പോൾ അവിടെ ഹിസ് ഓൺ എന്നല്ല പറയേണ്ടത്, കറക്റ്റ് വൺസ് ഓൺ. എങ്ങനെയാ പറയേണ്ടത്? വൺസ് ഓൺ സക്സസ് എന്നാണ് പറയേണ്ടത്. വണ്ണിൻ്റെ പൊസസീവ് വൺസ് ആണ്. അപ്പം വൺ മസ്റ്റ് കീപ്പ് വൺസ് സ്റ്റാറ്റസ് എന്നാണ്. എങ്ങനെയാ പറയേണ്ടത്? വൺ മസ്റ്റ് കീപ്പ് വൺസ് സ്റ്റാറ്റസ്. അവിടെ ഹിസ്സും ഹെറും ഇല്ല. അപ്പോൾ ഇവിടെയും അതുപോലാണ്. വൺ മസ്റ്റ് നോട്ട് ബോസ്റ്റ് ഓഫ് വൺസ് ഓൺ സക്സസ്. നമ്മുടെ സ്വന്തം വിജയത്തിൽ അത്രത്തോളം പൊങ്ങച്ചം പറയരുതെന്നാണ്. ക്ലിയർ ആണോ? അപ്പോൾ അതൊരു പെട്ടെന്ന് ഓർക്കാവുന്നൊരു പോയിൻ്റാണ്. വണ്ണിൻ്റെ പൊസസീവ് വൺസ് ആണ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം.
ഗീവ് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് ഡെസ്ട്രോയിങ്. അത് പെട്ടെന്ന് പറയാമല്ലോ ഡേ. ഡെസ്ട്രോയുടെ സിനോണിം അത് പറഞ്ഞില്ലെങ്കിൽ നാണക്കേടല്ലേ. കാരണം ഇതെല്ലാവരും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കേൾക്കുന്നതൊക്കെ ഒരു വേർഡാണ്. അതിൻ്റെ ഓപ്ഷൻ കിടക്കുന്നതും പെട്ടെന്ന് പറയാൻ പറ്റും. ഡെസ്ട്രോയിങ്. ഡെസ്ട്രോയിങ്. ഡെസ്ട്രോയുടെ സിനോ അസിസ്റ്റ് ആണോ, പെർസീവ് ആണോ, പ്രിസർവ് ആണോ, റീസ്റ്റോർ ആണോ, റൂയിൻ ആണോ? അസിസ്റ്റ് ആണോ, പ്രിസർവ് ആണോ, റീസ്റ്റോർ ആണോ, റൂയിൻ ആണോ? ഡെസ്ട്രോയിങ് സിനോണിമാണ്, ഓപ്പോസിറ്റ് അല്ല. ആൻറ്റോണിമോ അതിലുണ്ട്. ആൻസർ ഇല്ലേടേ. ഡെസ്ട്രോയ്. പറ, പെട്ടെന്ന് പറ. ശരി, ഞാൻ പറയാം. ഡെസ്ട്രോയ് എന്ന് വെച്ചാൽ എന്തുവാ? നശിക്കുക എന്നല്ലേ. ഡെസ്ട്രോയ് എന്ന് വെച്ചാൽ എന്തുവാ? നശിക്കുക. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? റൂയിൻ ആണ്. RUIN, റൂയിൻ, നശിക്കുക, ഡെസ്ട്രോയ്. അസിസ്റ്റ് എന്ന് വെച്ചാൽ ഹെൽപ്പ്, സഹായിക്കുക എന്നല്ലേ. അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക എന്നാ. അസിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരാളുടെ അസിസ്റ്റൻ്റ് എന്ന് പറയത്തില്ല, ഹെൽപ്പറെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസിസ്റ്റ്. അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മളെ സഹായിച്ച ഒരാൾ നിൽക്കുമ്പോൾ അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസിസ്റ്റൻ്റ്, ഹെൽപ്പർ, അസിസ്റ്റ് ചെയ്യുന്ന ആൾ. പ്രിസർവ് എന്ന് വെച്ചാൽ അതിന് ഓപ്പോസിറ്റായിട്ട് പറയാം, സംരക്ഷിക്കുക എന്നാണ്. പ്രിസർവ് എന്ന് വെച്ചാൽ സംരക്ഷിക്കുക. കൺസർവ് ചെയ്യുക എന്നാ, സംരക്ഷിക്കുക. ഡെസ്ട്രോയുടെ ഓപ്പോസിറ്റാണ് പ്രിസർവ്, കൺസർവ്, സംരക്ഷിക്കുക. റീസ്റ്റോർ ചെയ്യുക, അത് വീണ്ടെടുക്കുക എന്നാ. നശിച്ചതിനെ തിരിച്ചെടുക്കുക, അപ്പോൾ ഓപ്പോസിറ്റായിട്ട് എടുക്കുക, റീസ്റ്റോർ. അപ്പോൾ ഇവിടെ കറക്റ്റ് വരേണ്ടത് ആരാണ്? റൂയിനാണ്. ഡെസ്ട്രോയുടെ കറക്റ്റ് സിനോണിം റൂയിനാണ്. റൂയിൻ, നശിക്കുക. ശരി, അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. Whether you believe it or not, but it is true that they are wiser than us. നോക്കണേ, സെൻറ്റൻസ് കറക്ഷൻ ആണ്. Whether you believe it or not, but it is true that they are wiser than us. No error. പെട്ടെന്ന് പറഞ്ഞേടെ, എവിടെ തെറ്റ്? എവിടെയെങ്കിലും തെറ്റുണ്ടോ നോക്കേ. Whether you believe it or not, but it is true that they are wiser than us. എവിടെയെങ്കിലും എറർ ഉണ്ടോ നോക്കേ. എനിവൺ, പെട്ടെന്ന് പറ. വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, നമ്മളറിയത്തില്ലേ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ബട്ട് ഇറ്റ് ഈസ് ട്രൂ, ശരിയാണ്. ദാറ്റ് ദേ ആർ വൈസർ ദാൻ അസ്. സി പാർട്ടിലാണോ ഷാനോ? സി പാർട്ട് എന്ന് പറയുമ്പോൾ ആർ വൈസർ, അവിടെ തെറ്റുണ്ടെന്നല്ലേ. നോക്കാം. വേറെ എനിവൺ? പെട്ടെന്ന്. പലരും, എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടങ്ങാണ് ഉത്തരമൊക്കെ എടുത്തിട്ട് അടിക്കുകയാണോ ഡേ? കാരണം എത്രയും സമയം എടുക്കുന്നോണ്ട് ചോദിച്ചതാ. ചിലപ്പോൾ അങ്ങനെയും ചെയ്യാൻ, പറയാൻ പറ്റില്ല. ശരി, നമുക്ക് ഞാൻ പറയാം, ആൻസർ പറയാം. ഇവിടെ തെറ്റ് ബി പാർട്ടില തെറ്റ്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് വെദർ ഓർ കൊണ്ട് നമുക്കിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന വെദർ യു, ഈ വെദർ ഓർ ഒരു കോറിലേറ്റീവ് ആണ് കേട്ടോ. WHETHR ആണ് വെദർ ഓർ. ഇതൊരു കോറിലേറ്റീവാണ്, ഒരു കോറിലേറ്റീവ് കൺജങ്ഷനാണ് വെദർ ഓർ. നമ്മൾ ഐദർ ഓർ, നൈദർ നോർ, ബോത്ത് ആൻഡ് ഒക്കെ പറയുന്ന പോലെ ഒരു കോറിലേറ്റീവ് കൺജങ്ഷനാണ് വെദർ ഓർ. ഈ വെദർ ഓറിൻ്റെ പ്രത്യേകത സംശയമുള്ളപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഡൗട്ട് ഉള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് വെദർ ഓർ. ഉദാഹരണം പറഞ്ഞാൽ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. വെദർ അവർ ന്യൂ ഹൗസ് ഈസ് ബിഗ് ഓർ സ്മാൾ, നമ്മുടെ പുതിയ വീട് ചെറുതാണോ വലുതാണോ അയാൾ കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്ത ഒരാൾക്ക് സംശയമുണ്ട്. അപ്പോൾ സംശയമുള്ളപ്പോൾ നമ്മൾ പറയുന്നത് ഐദർ ഓറോ നൈദർ നോറോ വെച്ചിട്ടല്ല, വെദർ ഓർ. ആര് വെച്ചിട്ടാ? വെദർ ഓർ. അപ്പോൾ ഇവിടെയും തുടങ്ങിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം വെദർ ഓറിൻ്റെ പ്രത്യേകത ഡൗട്ട് ഉള്ളപ്പോഴാണ്. എന്തുള്ളപ്പോഴാണ്? ഡൗട്ട്.
സംശയമുള്ളപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കോറിലേറ്റീവ് ആണ് വെദർ ഓർ. അപ്പം വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, പറയുന്ന ആളുടെ ഡൗട്ട് ഉണ്ട് പോട്ടെ, ഈ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, എന്നിട്ട് വെദർ ഓർ അതായത് സംശയം വെച്ച് പറഞ്ഞിട്ട് പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, ബട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. വെദർ ഓറിൽ തുടങ്ങിയിട്ട് പിന്നെ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ആ ബട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. ആ ബട്ട് റിമൂവ് ചെയ്യണം. പിന്നെ വായിച്ചു നോക്കേ, വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട് ഇറ്റ് ഈസ് ട്രൂ, ഇത് ശരിയാണ്, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ശരിയാണ്. അപ്പം വെദർ ഓർ ഓൾറെഡി പറഞ്ഞിട്ട് ഡൗട്ട് അവിടെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ബട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ബി പാർട്ടിലാണ് തെറ്റ്, ബി പാർട്ടിലാണ് തെറ്റ്. ക്ലിയർ ആണോ? വെദർ ഓർ പറയാതെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കവിടെ ബട്ട് എടുക്കാം. പക്ഷേ വെദർ ഓറിൽ പറഞ്ഞിട്ട് അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ബട്ട് വേണ്ട. അപ്പം ബട്ട് ഇല്ലാതെ വായിച്ചാൽ മതി, കറക്റ്റ് ആവും. വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദേ ആർ വൈസർ ദാൻ അസ്. കണ്ട, പിടികിട്ടിയ? അപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ആ ബട്ടിൻ്റെ ആവശ്യം ഇല്ല. വെദർ ഓർ ഒരു കോറിലേറ്റീവ് കൺജങ്ഷനാണ്, ഡൗട്ട് ഉള്ളപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഡൗട്ട് ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വെദർ ഓർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത നോക്കേ, ഗീവ് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് പോപ്പുലർ. ഇതും പെട്ടെന്ന് പറയാമല്ലോ. പോപ്പുലർ എന്ന വേർഡിൻ്റെ സിനോണിം, പോപ്പുലർ പെർട്ടിക്കുലർ ആണോ, അൺടൈഡി ആണോ, സ്പെസിഫിക് ആണോ, ഫേവറേറ്റ് ആണോ? പോപ്പുലറിൻ്റെ സിനോണിം, പോപ്പുലറിൻ്റെ സിനോണിം പെട്ടെന്ന് പറ. പോപ്പുലർ എന്ന് വെച്ചാൽ പെർട്ടിക്കുലർ ആണോ, അൺടൈഡി ആണോ, സ്പെസിഫിക് ആണോ, ഫേവറേറ്റ് ആണോ? പോപ്പുലർ. പ്രയോഗത്തിൽ ഭയങ്കര പോപ്പുലർ ആണെന്ന്. ആൻസർ വരുന്നില്ല, ഡി ആണ് ഫേവറൈറ്റ്. വേറെ അതിൽ ഡി പറഞ്ഞു, നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും. അമൃത ഡി അടിച്ചു. അടുത്ത എല്ലാവരും ഡി ആണ്. ഇത് ഈ വേർഡുകളൊക്കെ പഠിച്ചോണം, ഇനിയും വരാം കേട്ടോ എക്സാമിന്. അപ്പം പോപ്പുലർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഫേവറൈറ്റ്. പോപ്പുലർ എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഫേവറൈറ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, പോപ്പുലർ, ഫേവറൈറ്റ്. നമുക്ക് എല്ലാവർക്കും ഇടയിൽ വളരെ അറിയപ്പെടുന്ന, അതാണ് പോപ്പുലർ, ഫേവറേറ്റ് ആയിട്ടുള്ള. പെർട്ടിക്കുലറും സ്പെസിഫിക്കും ഒരേ മീനിങ് ആണല്ലോ. പെർട്ടിക്കുലർ, സ്പെസിഫിക് പ്രത്യേകമായിട്ട് മാത്രമുള്ളതാണ്. അപ്പം പോപ്പുലറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് അല്ലേ അത്. പോപ്പുലർ എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് പൊതുവായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഏത്, പോപ്പുലർ. അപ്പം അതിൽ നിന്ന് മാറിയല്ലേ പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക്. പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് പ്രത്യേകമായിട്ട് കൊടുക്കുന്നതാണ് പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക്. അൺടൈഡി എന്ന് വെച്ചാൽ നോട്ട് നീറ്റ്, നീറ്റ് അല്ലാത്തതാണ് അൺടൈഡി, നോട്ട് നീറ്റ്, നോട്ട് നീറ്റ്. അപ്പം പോപ്പുലർ എന്ന് വെച്ചാൽ ഫേവറേറ്റ് ആണ്, ഫേവറേറ്റ് ആണ്, കോമൺ ആണ്, പോപ്പുലർ, ഫേവറേറ്റ് ആയിട്ടുള്ള. അപ്പം പെർട്ടിക്കുലറും സ്പെസിഫിക്കും എന്താണ്, പ്രത്യേകമായിട്ട് മാത്രമുള്ളതാണ്. അൺടൈഡി എന്ന് വെച്ചാൽ നോട്ട് നീറ്റ്, നീറ്റ് അല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അൺടൈഡി. അപ്പോൾ നമ്മളെ ആൻസർ കറക്റ്റാണ്, ഫേവറേറ്റ്. അടുത്തത് വീണ്ടും ഗിവ് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. ഹാംഡ്രം, ഹാംഡ്രം എന്ന വേർഡിൻ്റെ സിനോണിം. ആ വേർഡ് ഒരുപക്ഷെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പദമല്ല. അപ്പം ഇവിടെ മ്യൂസിക്കൽ ഉണ്ട്, സിങ്ക്രോണിക് ഉണ്ട്, നോയ്സി ഉണ്ട്, മൊണോട്ടോണസ് ഉണ്ട്. ഹംഡ്രം എന്നതിൻ്റെ മീനിങ്, സിനോണിം. പറ, ഏതാ സിനോണിം? ആൻസർ വന്നില്ല. എനിവൺ? മ്യൂസിക്കൽ ആണോ, സിങ്ക്രോണിക് ആണോ, നോയ്സി ആണോ, മൊനോട്ടോണസ് ആണോ? ഏതാ ഇവിടെ കറക്റ്റ് വരേണ്ടത്? പറ, പെട്ടെന്ന് പറ. ഹംഡ്രം. അതങ്ങനെ എപ്പോഴും കേൾക്കുന്നൊരു പദമല്ല. ഈ ഹംഡ്രം എന്ന പദം നമ്മൾ പറയുന്നത് വിരസമായിട്ടുള്ളതിന്, ഡൾ, ഡൾ, വിരസമായിട്ടുള്ള, ഓർഡിനറി ആയിട്ടുള്ള. അപ്പം അതിന് കറക്റ്റ് മീനിങ് കൊടുക്കാൻ പറ്റിയത് ഡി ആണ്, മൊണോട്ടോണസ്, വിരസമായിട്ടുള്ള, ഓർഡിനറി ആയിട്ടുള്ള, വിരസമായിട്ടുള്ള.
അതാണ് നമ്മൾ ബോർഡം മുഷിപ്പുളവാക്കുന്ന എന്ന് പറയത്തില്ലേ, നമ്മളെ മുഷിപ്പിക്കുന്ന രീതിയിലുള്ള. അപ്പം ഡൾ എന്ന് പറയാം, മൊണോട്ടോണസ് എന്ന് പറയാം, വിരസമായിട്ടുള്ള, അതാണ് ഹാംഡ്രം, അതാണ് അതിൻ്റെ സിനോണിം. മ്യൂസിക്കൽ സംഗീതാത്മകമായിട്ടുള്ള നമുക്കറിയാം. സിങ്ക്രോണിക് എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള. നോയ്സ് എന്ന് വെച്ചാൽ ശബ്ദമുഖരിതമായ ആണല്ലോ. മ്യൂസിക്കൽ എന്ന് വെച്ചാൽ മ്യൂസിക്കൽ, അത് സംഗീതാത്മകമായിട്ടുള്ള. സിങ്ക്രോണിക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള. നോയ്സ് എന്ന് വെച്ചാൽ നോയ്സ് കൊണ്ട് നിറഞ്ഞ ശബ്ദമുഖരിതമായ. അപ്പം മൊണോട്ടോണസ് ആണ് കറക്റ്റ് ആൻസർ, വിരസമായ. അപ്പം ഹാംഡ്രം എന്ന് വെച്ചാൽ അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് മൊണോട്ടോണസ്, വിരസമായ എന്നാണ് കേട്ടോ. ദെൻ അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 16ആണോ പറഞ്ഞത്? 14. ഓ ഇടയ്ക്ക് കയറിയെന്നല്ലേ 15. ഞാൻ നോക്കിയാൽ 15 കഴിഞ്ഞ് 14, 16 കഴിഞ്ഞ് 15 വന്നതാണ് നോക്കിയത്. ശരി, നോക്കാം. വി ആർ പുവറർ ദാൻ ദം, സോ നെവർ ട്രൈ ടു മെസ് വിത്ത് ദം ഓർ ദ കോൺസിക്വൻസ് വിൽ ബി വെരി ഡേഞ്ചറസ്. ഇവിടെ എവിടെയാണ് തെറ്റ്? We are poorer than them, so never try to mess with them or the consequence will be very dangerous. പെട്ടെന്ന് പറയണേ. We are poorer than them, so never try to mess with them or the consequence will be very dangerous. ആൻസർ ഇല്ല. പെട്ടെന്ന് പറ. ബി ആണ്. ബി ബി അതായത് ദാൻ ദം സോ നെവർ ട്രൈ ടു മെസ് വിത്ത്, ആ പാട്ടിൽ തെറ്റുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വേറെ നോക്കട്ടെ. ധൈര്യമായിട്ട് പറ, തെറ്റട്ടെ ശരിയാവട്ടെ. എനിവൺ? ഇവിടെ യഥാർത്ഥത്തിൽ ഈ സെൻറ്റൻസിൽ നമുക്ക് 2 ഭാഗത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ വി ആർ പുവറർ, അവിടെ പുവറിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് പുവറർ. പുവറിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് പുവറർ. കമ്പാരിറ്റീവ് ഡിഗ്രി കൊണ്ട് കമ്പയർ ചെയ്ത് ദാൻ കൊടുത്തു. അപ്പം വി ആർ പുവറർ ദാൻ. പിന്നെ ദം അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ വി ആർ പുവറർ ദാൻ ദം എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും സ്യൂട്ട് സബ്ജക്റ്റീവ് ഫോമായ ദേ ഉപയോഗിക്കുന്നതാണ്. അപ്പം വി ആർ പുവറർ ദാൻ ദേ, അവിടെ അങ്ങനെ പറയാം നമുക്ക്. അപ്പം ബി പാർട്ടിൽ തെറ്റുണ്ട് എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പം വി ആർ പുവറർ ദാൻ ദമ്മിന് പകരം ആരെ കൊടുക്കാം? ദേ. വി ആർ പുവറർ ദാൻ ദേ ആർ. കുറച്ചും കൂടി ഇഫക്റ്റ് കിട്ടാൻ ദേയുടെ കൂടെ നമുക്ക് ആ വെർബും കൂടി ചേർത്ത് പറയാം. വി ആർ പുവറർ ദാൻ ദേ ആർ, അങ്ങനെ പറയാം. 6 വെർബ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വി ആർ പുവറർ ദാൻ ദേ, ദമ്മല്ല ദേ കൊടുക്കാം. അതങ്ങനെ പറയാം, ശരിയാണ്. അവിടെ ഒരു തെറ്റുണ്ടെന്ന് പറയാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തേർഡ് പാർട്ടിൽ ദ കോൺസിക്വൻസസ് വിൽ ബി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ആണ്. ഈ കോൺസിക്വൻസസ് പറയുന്നിടത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഒരിക്കലും ഡേഞ്ചറസ് എന്ന് പറയില്ല. കോൺസിക്വൻസസ് വിൽ ബി സിവിയർ എന്ന് പറയാം. കോൺസിക്വൻസസ് വിൽ ബി സിവിയർ എന്ന് പറയാം, ഒരിക്കലും ഡേഞ്ചറസ് എന്ന് പറയത്തില്ല. കോൺസിക്വൻസസ് വിൽ ബി ഡേഞ്ചറസ് എന്നങ്ങനെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ പറയാറില്ല. അപ്പോൾ അവിടെയും ഒരു തെറ്റുണ്ടെന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ ഒന്ന് നമുക്ക് പറയാൻ പറ്റിയത് വി ആർ പുവറർ ദാൻ ദേ, വി ആർ പുവറർ ദാൻ ദേ. അപ്പോൾ ദമ്മിന് പകരം ആരെ കൊടുക്കാം? ദേ കൊടുക്കാം. പിന്നെ നമുക്ക് പറയാൻ പറ്റിയത് ദ കോൺസിക്വൻസ് വിൽ ബി വെരി ഡേഞ്ചറസ് എന്ന് വേണ്ട. കോൺസിക്വൻസിന് കൂടെ അത്രയും ഡേഞ്ചറസ് ആയ പദം ചേർക്കാറില്ല. ഇപ്പം സിവിയർ എന്ന് പറയാം, ക്രൂഷ്യൽ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ, പക്ഷേ ഡേഞ്ചറസ് വേണ്ട. ക്രിറ്റിക്കൽ എന്നൊക്കെ പറയാം, പക്ഷേ ഡേഞ്ചറസ് വേണ്ട. അപ്പോൾ ആ 2 ഭാഗം ഒന്ന് നോക്കിക്കോ കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നോക്കേ. നൺ ഓഫ് ദിസ് ലഗേജ് ആർ മൈൻ, സോ യു ഹാഡ് എ ബെറ്റർ ആസ്ക് സമ്മൺ എൽസ് റിഗാർഡിംഗ് ദിസ്, നോ എറർ. സെൻറ്റൻസ് ഉണ്ടോ?
നൺ ഓഫ് ദിസ് ലഗേജ് ആർ മൈൻ. സോ യു ഹാഡ് ബെറ്റർ ആസ്ക് സമ്മൺ എൽസ് റിഗാർഡിങ് ദിസ്. എവിടെയെങ്കിലും എറർ ഉണ്ടോ നോക്കേ. എനിവൺ? ബി ആണ് വീണ്ടും. ദെൻ നോക്കാം നമുക്ക് അടുത്തത്. ബാക്കി ആരും ആൻസർ പറയുന്നില്ല. പെട്ടെന്ന് ബി ആണ് അടുത്ത. വേറെ എനിവൺ? ശരി, നോക്കാം. ആൻസർ ബി തന്നെയാണ്. കാരണം നൺ ഓഫ് ദിസ് ലഗേജ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? ലഗേജ് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ലഗേജ് ഏത് നൗണാണ്? അൺകൗണ്ടബിൾ നൗണാണ്. ദാ നൺ ഓഫിൻ്റെ കൂടെ, നൺ ഓഫ് ആണ്, നൺ ഓഫിൻ്റെ കൂടെ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ, നൺ ഓഫിൻ്റെ കൂടെ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ വെർബ് ആര് തന്നെയായിരിക്കണം? സിംഗുലർ. വെർബ് ആര് തന്നെയായിരിക്കണം? സിംഗുലർ. നൺ ഓഫിൻ്റെ കൂടെ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ വെർബ് ആര് തന്നെയാ? സിംഗുലർ. സിംഗുലർ വെർബ് തന്നെ വരേണ്ടത്. അപ്പോൾ ഇവിടെ നൺ ഓഫ് ദിസ് ലഗേജ് എന്ന് പറഞ്ഞിട്ട് ആറ് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കറക്റ്റ് വരേണ്ടത് ഈസ് ആണ്. ആറിൻ്റെ സ്ഥാനത്ത് ആര് വരണം? ഈസ്. നൺ ഓഫ് ദിസ് ലഗേജ് ഈസ് എന്നാ പറയേണ്ടത്. ക്ലിയർ ആണോ? പിന്നെ നൺ ഓഫിൻ്റെ കൂടെ കൗണ്ടബിൾ, അതായത് പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ആയിരുന്നെങ്കിൽ രണ്ടും കൊടുക്കാം. എങ്ങനെ? സിംഗുലർ ഓർ പ്ലൂറൽ വെർബ്. അങ്ങനെ ഒരു റൂളുണ്ട്. ക്ലിയർ ആണോ? ഇപ്പോൾ അത് കണ്ടന്റ് പറയുന്ന രീതി അനുസരിച്ച് കോണ്ടെക്സ്റ്റ് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നൺ ഓഫ് ദി ബോയ്സ് ഈസും പറയാം, ആറും പറയാം. നൺ ഓഫ് ദി ബോയ്സ് ഈസ് എന്നും പറയാം, നൺ ഓഫ് ദി ബോയ്സ് ആറെന്നും പറയാം. അത് പറയുന്ന രീതി അനുസരിച്ച്. അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ഇപ്പം നൺ ഓഫ് ദി മിൽക്ക് എന്ന് പറയുന്നു, അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് ലഗേജ് എന്ന് പറയുന്നു, അല്ലേ? അവിടെ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നൺ ഓഫ് ദി ഫുഡ് എന്ന് പറയുന്നത്, ഫുഡ് ഏത് നൗണാ? അൺകൗണ്ടബിൾ നൗണാ. അവിടെയൊക്കെ വെർബ് സിംഗുലറാണ്. അപ്പോൾ ഇവിടെ നൺ ഓഫ് ദിസ് ലഗേജ് അൺകൗണ്ടബിൾ നൗൺ ആണ്, അതുകൊണ്ട് വെർബ് സിംഗുലറാണ്. അപ്പോൾ ആറല്ല വരേണ്ടത്, ഈസ് ആണ്. അപ്പോൾ അവിടെയാണ് തെറ്റ്. ഓക്കെ, ബി പാർട്ടിലായിരുന്നു തെറ്റ്. ശരി. ദെൻ അടുത്ത നോക്കേ. ഗിവ് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. നമുക്ക് തന്നിരിക്കുന്ന വേർഡിൻ്റെ സിനോണിം. ഗിവ് ദ സിനോണിം. ഒബ്റ്റെയിൻ എന്നാണ് നമ്മുടെ പദം. ഒബ്റ്റെയിൻ, OBTAIN. സപ്രസ് ആണോ, ഇൻസ്പയർ ആണോ, ലെസൺ എന്നാണോ, അച്ചീവ് എന്നാണോ? ഒബ്റ്റെയിൻ. ഡി ആണ് അച്ചീവ്. വേറെ എനിവൺ? ഒബ്റ്റെയിൻ. ഒബ്റ്റെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നേടുക, കിട്ടുക എന്നൊക്കെയാണ്. ഒബ്റ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ നേടുക, കിട്ടുക. അതിൻ്റെ ഒരു ഫ്രേസ് ഉണ്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലൊരു ഫ്രേസൽ വെർബുണ്ട്, കം ബൈ. കം ബൈ എന്ന് വെച്ചാൽ ഒബ്റ്റെയിൻ എന്നാണ്. കം ബൈ ഇതൊരു ഫ്രേസാണ്. കം ബൈ എന്ന് വെച്ചാൽ ഒബ്റ്റെയിൻ ഓർ ഗെറ്റ് എന്നാണ്. ഒബ്റ്റെയിൻ ഓർ ഗെറ്റ്, കം ബൈ. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ഫ്രേസാണ്. അപ്പോൾ ഒബ്റ്റെയിൻ എന്ന് വെച്ചാൽ എന്താണ്? അച്ചീവ്, നേടുക, കിട്ടുക എന്നാണ്. ഒബ്റ്റെയിൻ എന്ന് വെച്ചാൽ ഗെറ്റ്, നേടുക, കിട്ടുക. കം ബൈ അതാണ് ഫ്രേസ്. ഒബ്റ്റെയിൻ, നേടുക, കിട്ടുക. സപ്രസ്, അടിച്ചമർത്തുക എന്നാണ്. സ്റ്റോപ്പ് ബൈ ഫോഴ്സ് ആണ് സപ്രസ്. സ്റ്റോപ്പ് ബൈ ഫോഴ്സ്. അതിനുപയോഗിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്, പുട്ട് ഡൗൺ. സപ്രസിന് ഉപയോഗിക്കുന്ന ഫ്രേസാണ് പുട്ട് ഡൗൺ. സ്റ്റോപ്പ് ബൈ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇൻസ്പയർ, പ്രചോദനം കിട്ടുന്നതാണ്. ലെസൺ എന്ന് വെച്ചാൽ കുറയ്ക്കുക എന്നാണ്. ഡിക്രീസ് ആണല്ലോ ലെസൺ. ഡിക്രീസ്, മിഷിഗേറ്റ്, ഡിക്രീസ്, അലീവിയേറ്റ് എന്നൊക്കെ പറയും, കുറയ്ക്കുക എന്നാണ്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? അച്ചീവ് ആണ് കേട്ടോ, ഒബ്റ്റെയിൻ. അടുത്ത നോക്കേ, 19ാമത്തെ ക്വസ്റ്റ്യൻ. യുവർ സജഷൻ ഈസ് നോ ഡിഫറെൻറ്റ് ഫ്രം ദ അതർ എംപ്ലോയീസ്, നോ എറർ. ഇതിൻ്റെ ആരാ പറയുന്നത് നോക്കട്ടെ. കറക്റ്റ്, ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും, ഇതിനുത്തരം പറയണേ. യുവർ സജഷൻ ഈസ് നോ ഡിഫറെൻറ്റ് ഫ്രം ദി അതർ എംപ്ലോയീസ്, നോ എറർ. എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ പറ, പെട്ടെന്ന് പറയണേ. യുവർ സജഷൻ, ഫസ്റ്റ് പാർട്ട് യുവർ സജഷൻ ഈസ് നോട്ട് ഡിഫറെൻറ്റ്
ഫ്രം ദി അതർ. ഫോർത്ത് പാർട്ട് എംപ്ലോയീസ്. ഡി പാർട്ടിൽ മീൻസ് എംപ്ലോയീസ് അല്ല, അവിടെയാണ് തെറ്റല്ലേ, എംപ്ലോയീസ്. വേറെ ബി പാർട്ടിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു. ഈസ് നോട്ട് ഡിഫറൻറ്റ്. വേറെ എനിവൺ? നേരത്തെ ഉത്തരം തന്നുകൊണ്ടിരുന്ന ചില ആൾക്കാർ മുങ്ങിയിട്ടുണ്ട്, ഇപ്പം കാണുന്നില്ല. ശരി, നമുക്ക് നോക്കാം. ഇവിടെ യുവർ സജഷൻ, ഇവിടെ നമ്മളവിടെ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് യുവർ സജഷൻ, നിന്റെ സജഷൻ, നീ സജസ്റ്റ് ചെയ്ത എന്തോ അത് യുവർ സജഷൻ. ഈസ് നോട്ട് ഡിഫറെൻറ്റ്, അത് വ്യത്യസ്തമല്ല. ഫ്രം ദ അതർ എംപ്ലോയീസ്, മറ്റ് എംപ്ലോയീസിൽ നിന്നും. ഞാൻ ചോദിക്കട്ടെ, നിന്റെ സജഷൻ, നീയല്ല ഇവിടെ, യു അല്ല സബ്ജക്റ്റ്, യുവർ സജഷനാണ്. യു അല്ല സബ്ജക്റ്റ്, യുവർ സജഷനാണ്. ആണല്ലോ. നീ മറ്റ് എംപ്ലോയീസിൽ നിന്ന് വ്യത്യസ്തനല്ല എന്നാണോ പറഞ്ഞത്? നിന്റെ സജഷൻ വ്യത്യസ്തമല്ലേ? അപ്പം ഇവിടെ യുവർ സജഷൻ അല്ലേ, നീയല്ലല്ലോ. അപ്പം മറ്റ് എംപ്ലോയീസിൽ നിന്ന് നിന്റെ സജഷൻ വ്യത്യസ്തമല്ല എന്ന് പറയുമ്പോൾ അത് തെറ്റാ. കാരണം നിന്റെ സജഷന് മറ്റ് എംപ്ലോയീസിൻ്റെ സജഷൻ വെച്ചിട്ടാണ് പറയേണ്ടത്. ഞാൻ പറയാമെന്ന പോയിന്റ് കണ്ടല്ലോ. നിന്നെ മറ്റ് എംപ്ലോയീസുമായിട്ടല്ല അവിടെ പറഞ്ഞിരിക്കുന്ന, നിന്റെ സജഷനെ മറ്റ് എംപ്ലോയീസിൻ്റെ സജഷനുമായിട്ടാണ് കമ്പയർ ചെയ്ത് പറയേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ പറയേണ്ടത് യുവർ സജഷൻ ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം. അവിടെ മറ്റ് എംപ്ലോയീസിൻ്റെ സജഷൻ എന്ന് പറയണമെങ്കിൽ ദാറ്റ് ഓഫ് അവിടെ ചേർക്കണം. അപ്പം ഇവിടെ തെറ്റ് സി പാർട്ടിലാണ്. തെറ്റെവിടെയാ? സി പാർട്ടിലാണ്. കറക്റ്റ് പറയേണ്ടത് യുവർ സജഷൻ ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ അതർ എംപ്ലോയീസ്. സി പാർട്ടിലാണ് തെറ്റ്. എന്ന് വെച്ചാൽ നിന്റെ സജഷനെ എംപ്ലോയീസുമായിട്ടല്ല, മറ്റ് എംപ്ലോയീസിൻ്റെ സജഷനെ വെച്ചിട്ടാണ് പറയേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ അവിടെ രണ്ടാമത്തെ നൗണായ അതർ എംപ്ലോയീസിൻ്റെ മുമ്പിൽ ആരെ ചേർക്കണം? ദാറ്റ് ഓഫ്. ആരെ ചേർക്കണം? ദാറ്റ് ഓഫ്. അവിടെ സജഷൻസ് എന്ന് പ്ലൂറൽ ആയിരുന്നെങ്കിൽ ദോസ് ഓഫ്. സജഷൻ എന്നേ ഉള്ളായതുകൊണ്ട് ദാറ്റ് ഓഫ്. യുവർ സജഷൻസ് എന്നുണ്ടായിരുന്നെങ്കിൽ ദോസ് ഓഫ്. ഇത് ചേർത്തിരിക്കണം. സി പാർട്ടിലാണ് തെറ്റ്. ഓക്കെ. ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് ദ സിനോണിം ഓഫ് ദ വേർഡ് എൻകംബ്രൻസ്. എൻകംബ്രൻസ്, ഇൻകംബ്രൻസ് എന്നും പറയാം. അതിൻ്റെ സിനോണിം എൻകംബ്രൻസ് അല്ലെങ്കിൽ ഇൻകംബ്രൻസ്. അതിൻ്റെ സിനോണിം ഡെസ്ട്രോയ് ആണോ, ഡെസ്പെയർ ആണോ, ഒബ്സ്റ്റക്കിൾ ആണോ, സ്റ്റിമുലൻ്റ് ആണോ? ഇൻകംബ്രൻസ്. എനിവൺ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എൻകംബ്രൻസ് ആർക്ക് പറയാം? എൻകംബ്രൻസിൻ്റെ സിനോണിം. ഒരു പക്ഷേ ആ വേർഡ് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലേ? പക്ഷേ അതിൻ്റെ സിനോണിം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, മീനിങ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ടേം എൻകംബ്രൻസ് എന്ന വേർഡ് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ പഠിച്ചു വെച്ചോ, ഇനിയും നിങ്ങളുടെ എക്സാമിന് വന്ന് കയറാം. അപ്പോൾ തെറ്റിക്കണ്ടല്ലോ. എൻകംബ്രൻസ്. എൻകംബ്രൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ മുന്നിലുണ്ടാകുന്ന തടസ്സം, നമ്മുടെ മുന്നിലുണ്ടാകുന്ന ഹിൻഡ്രൻസ്, ഒബ്സ്റ്റക്കിൾ, തടസ്സം. അപ്പോൾ ഇവിടെ കറക്റ്റ് സിനോണിം ഒബ്സ്റ്റക്കിൾ ആണ് കേട്ടോ. നമ്മളുടെ മുന്നിൽ വരുന്ന തടസ്സമായിട്ട് വരുന്നതിന് എൻകംബ്രൻസ് എന്ന് പറയുന്നത്. ഒബ്സ്റ്റക്കിൾ തടസ്സം എന്ന് പറയാം, ഹിൻഡ്രൻസ് എന്ന് പറയാം, നമ്മളെ തടഞ്ഞു നിർത്തുന്ന സാധനം അല്ലേ? അതാണ് അതിൻ്റെ സിനോണിം. ഡെസ്ട്രോയ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞാണല്ലോ. ഡെസ്പെയർ നിരാശയാണ് കേട്ടോ. ഡെസ്പെയർ. സ്റ്റിമുലൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ എൻകറേജ് ചെയ്യുന്നതാണ് സ്റ്റിമുലൻറ്റ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഒബ്സ്റ്റക്കിൾ ആണ് കേട്ടോ. എൻകംബ്രൻസിൻ്റെ സിനോണിം ഒബ്സ്റ്റക്കിൾ. ഒബ്സ്റ്റക്കിൾ തടസ്സമാണ്, ഹിൻഡ്രൻസ് ആണ്, ഒബ്സ്റ്റക്കിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ശരി. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. എത്ര ക്വസ്റ്റ്യനാ? 20 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ
സിനോണിംസ് ആയിരുന്നു വൊക്കാബുലറി എല്ലാം ഇട്ടിരുന്നത്. അപ്പോൾ ഈ സിനോണിംസ് പറഞ്ഞ വേർഡ്സ് എല്ലാം കാരണം ഓരോ ഗ്രാമറിനിടയിൽ ഓരോ സിനോണിം വെച്ച് നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ ഏതാണ്ട് ഒരു 10ഓളം ക്വസ്റ്റ്യൻ സിനോണിം എഴുതാനുണ്ട്. അത് പഠിച്ചോണം. ആ വേർഡും അതിൻ്റെ മീനിങ്ങും ഓപ്ഷനും കൂടെ നോക്കിപ്പോക്കണം കേട്ടോ. ദെൻ ഗ്രാമറിലെ പാർട്ടെല്ലാം എറർ ഭാഗമായിരുന്നു, തെറ്റ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ചില സെൻറ്റൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ ചിലത് നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതുപോലൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, പെട്ടെന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നരേഷൻ ആഡ് ചെയ്യുമോ? മീൻസ് നരേഷൻ എന്ന് ഉദ്ദേശിച്ചത് ഏതാ? റിപ്പോർട്ടഡ് സ്പീച്ചാണോ അതോ? യെസ്, നമുക്ക് വരുന്ന ക്ലാസ്സുകളിലിടാം, അതിൻ്റെ ക്വസ്റ്റ്യൻ ഇടാം. എല്ലാ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ